കേരളത്തിന്റെ രണ്ടറ്റങ്ങളിൽ നിന്ന് വെള്ളിയാഴ്ച രാത്രി പുറത്തുവന്ന രണ്ട് വാർത്തകളുണ്ട്. രണ്ടും വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളം ഇന്ത്യക്ക് നൽകുന്ന ശക്തവും മനോഹരവുമായ സന്ദേശങ്ങൾ. നാം നോമ്പിലാണെങ്കിലും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും കുടിവെള്ളവും ഭക്ഷണവും ഒരുക്കണമെന്നും മസ്ജിദും വീടുകളും അവരുടെ മുമ്പിൽ തുറക്കപ്പെടണമെന്നുമുള്ള തിരുവനന്തപുരം പാളയം ഇമാം ഡോക്ടർ സുഹൈബ് മൗലവിയുടെ പ്രസംഗമാണ് ആദ്യത്തേത്. കാസർഗോഡ് അരവത്ത് മട്ടൈങ്ങാനം കഴകം പൂബാണംകുഴി ക്ഷേത്രമുറ്റത്ത് നടന്ന സമൂഹ നോമ്പുതുറയാണ് രണ്ടാമത്തേത്. നോമ്പു തുറക്കാൻ മൗവൽ, പരവങ്ങാനം, തായൽ തുടങ്ങിയ പ്രദേശങ്ങളിലെ മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കി ഹൈന്ദവ വിശ്വാസികൾ ഒപ്പം നിന്നു. സാഹോദര്യത്തിന്റെ ഈ മഹത്തായ സന്ദേശം നൽകുന്ന ഈ കേരളത്തെയാണ് തീവ്രവാദ കേന്ദ്രമായി ചിത്രീകരിക്കാനുള്ള നിരന്തര ശ്രമം സംഘപരിവാർ ശക്തികളിൽ നിന്ന് ഉണ്ടാവുന്നത്. ഒടുവിൽ അത് എത്തി നിൽക്കുന്നത് ദ കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ട് എന്ന പ്രൊപ്പഗണ്ട സിനിമയിലാണ്. മുസ്ലിം വിരുദ്ധത കുത്തിനിറച്ച സിനിമയ്ക്കെതിരെ രാഷ്ട്രീയ മതവ്യത്യാസമില്ലാതെ ശക്തമായ പ്രതിഷേധമാണ് കേരളത്തിലും പുറത്തും ഉയർന്നത്. ചിത്രത്തിന്റെ റിലീസ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് 2 ആഴ്ചത്തേക്ക് തടഞ്ഞെങ്കിലും ഡിവിഷൻ ബെഞ്ച് അടിയന്തരമായി അപ്പീൽ കേട്ട് പ്രദർശനാനുമതി നൽകുകയായിരുന്നു. സംവിധാനം ചെയ്ത ദ കേരള സ്റ്റോറി 2 എന്താണ് പറയാൻ ശ്രമിക്കുന്നതെന്ന് അതിന്റെ ട്രെയിലർ വ്യക്തമാക്കുന്നു. വർഗീയ അതിപ്രസരമുള്ള രംഗങ്ങളും സംഭാഷണങ്ങളുമുള്ള ട്രെയിലർ ചിത്രം യഥാർത്ഥ സംഭവത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതെന്നാണ് അവകാശപ്പെടുന്നത്. മലയാളി പെൺകുട്ടിയെ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കാൻ ശ്രമിക്കുന്ന രംഗങ്ങളുള്ള ട്രെയിലർ അടുത്തതായി അവർ നിങ്ങളുടെ മകളെ ലക്ഷ്യമിടും മുമ്പ് എന്ന് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. എന്നാൽ യഥാർത്ഥ കഥ എന്ന് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ചോദ്യം ഓരോ മലയാളിയും ചോദിക്കാൻ ആഗ്രഹിക്കുന്നതാണ്. സംസ്ഥാനത്തെ പെൺകുട്ടികളെ മതം മാറ്റി ഭീകരപ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നുവെന്ന ചിത്രീകരണം തെറ്റായ കണക്കുകളുടെ അടിസ്ഥാനത്തിലുള്ളതാണ്. കേരളത്തിന്റെ മതേതര പ്രതിച്ഛായയെ തകർക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളും സംഭാഷണങ്ങളുമുണ്ട്. ഇത്തരം സിനിമകൾ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുകയും സമാധാന അന്തരീക്ഷം തകർക്കുകയും ചെയ്യും എന്നീ ഹർജിക്കാരുടെ വാദങ്ങൾ വളരെ പ്രസക്തമാണ്. ഇതാ യഥാർത്ഥ കേരള സ്റ്റോറി. ലോകത്ത് മറ്റൊരിടത്തും കാണാത്ത വിധം ഇഴചേർന്ന് കിടക്കുന്നതാണ് കേരളത്തിലെ മതസൗഹാർദ്ദ ചരിത്രം. പള്ളിയും അമ്പലവും ചർച്ചും മതിൽ പങ്കിടുന്ന ദൃശ്യം ഇവിടെ പുതുമയല്ല. പള്ളികളിലെ പെരുന്നാളിനും അമ്പലങ്ങളിലെ ഉത്സവത്തിനും ഒരുപോലെ നാടുണരുന്നു. ഓണവും വിഷുവും പെരുന്നാളും ക്രിസ്മസും മലയാളികൾക്ക് മതപരമായ ആഘോഷങ്ങൾ മാത്രമല്ല, മറിച്ച് മാനവികതയുടെ കൂടി ആഘോഷങ്ങളാണ്. കോവിഡ് മഹാമാരി പടർന്നു പിടിച്ചപ്പോൾ ജാതിമത ഭേദമന്യേ കേരളം ഒരു മനസ്സായി പ്രവർത്തിച്ചു. പള്ളികളും അമ്പലങ്ങളും ക്വാറന്റൈൻ സെന്ററുകളായി മാറി. മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ മതപരമായ അതിർവരമ്പുകൾ ഭേദിച്ച് സന്നദ്ധ പ്രവർത്തകർ കൈകോർത്തു. ഭക്ഷണം എല്ലാവർക്കും എന്ന ലക്ഷ്യത്തോടെ കമ്മ്യൂണിറ്റി കിച്ചണുകളിൽ ഒത്തൊരുമിച്ച മലയാളികൾ ലോകത്തിന് തന്നെ മാതൃകയായി. 2018-ലെയും 2019-ലെയും പ്രളയകാലത്ത് അമ്പലങ്ങളിൽ മുസ്ലിം സഹോദരങ്ങൾ നിസ്കരിച്ചതും പള്ളികൾ ദുരിതാശ്വാസ ക്യാമ്പുകൾക്കായി തുറന്നുകൊടുത്തതും നാം കണ്ടു. രക്ഷാപ്രവർത്തനങ്ങൾക്ക് മുസൽമാനും ക്രിസ്ത്യാനിയും ഹിന്ദുവും ഒന്നിച്ച് കൈകോർത്ത മണ്ണാണിത്. ദുരിതബാധിതർക്ക് സഹായമെത്തിക്കുന്നതിൽ ജാതിയും മതവും രാഷ്ട്രീയവും ഇവിടെ തടസ്സമായില്ല. അയൽക്കാരന്റെ ആഘോഷങ്ങളിൽ പങ്കുചേരാനും ഭക്ഷണം പങ്കുവയ്ക്കാനും മലയാളികൾക്ക് പ്രത്യേക ക്ഷണം ആവശ്യമില്ല. അതുപോലെ കേരളം അതിന്റെ വൈവിധ്യമാർന്ന ഭക്ഷണ സംസ്കാരത്തെയും മതേതര മൂല്യങ്ങളെയും മുറുകെ പിടിക്കുന്നു. വ്യക്തി സ്വാതന്ത്ര്യത്തിന് വില കൽപ്പിക്കുന്നു. ബീഫോ പോർക്കോ ഉൾപ്പെടെ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും വസ്ത്രം ധരിക്കാനും ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഭക്ഷണത്തിന്റെ പേരിൽ ആൾക്കൂട്ട കൊലപാതകങ്ങളും വിദ്വേഷ അതിക്രമങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോഴും അങ്ങനെയൊന്നും കേരളത്തിൽ കാണാനേ കഴിയില്ല. ഇവിടെ ആരും ബീഫ് അത് കഴിക്കാത്തവരുടെ വായിൽ തിരികെ കയറ്റുകയുമില്ല. അങ്ങനെയൊരു സംഭവം കേരളത്തിൽ നടന്നിട്ടുണ്ടെന്ന് വാദിക്കുന്ന ചിത്രത്തിന്റെ നിർമ്മാതാവിനും സംവിധായകനും അത് എവിടെയാണെന്ന ചോദ്യത്തിന് ഒരു തെളിവിന്റെ കണിക പോലും പൊതുജനത്തിന് മുന്നിൽ വെക്കാൻ കഴിഞ്ഞിട്ടുമില്ല. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന പത്രസമ്മേളനത്തിൽ ലവ് ജിഹാദ് ഇരകൾ എന്ന് പറഞ്ഞ് ഹാജരാക്കിയ 30 പേരിൽ ഒരാൾ പോലും മലയാളികളല്ലെന്നതും ഈ കള്ളപ്രചാരണത്തിന്റെ മുനയൊടിക്കുന്നു. ഒരു മലയാളിയും ഇത്തരം പരാതികളുമായി മുന്നോട്ട് വന്നിട്ടുമില്ല. എന്തുകൊണ്ട് കേരളത്തെ മാത്രം ലക്ഷ്യം വെക്കുന്നു? എന്തിനാണ് കേരളത്തെ തെറ്റായ രീതിയിൽ ചിത്രീകരിക്കുന്നതെന്ന ചോദ്യത്തിന് കൃത്യമായ രാഷ്ട്രീയ ഉത്തരമുണ്ട്. കേരളം തീവ്രവാദത്തിന്റെ കേന്ദ്രമെന്ന പ്രൊപ്പഗണ്ട സൃഷ്ടിച്ച് ആഗോളതലത്തിൽ സംസ്ഥാനത്തിന്റെ അന്തസ്സ് തകർക്കുകയാണ് ഭിന്നിപ്പിന്റെ ശക്തികളുടെ ഗൂഢലക്ഷ്യം. കേരളത്തിന്റെ പുരോഗമന മതേതര മനസ്സും സാഹോദര്യവും സംഘപരിവാർ അജണ്ടകൾക്ക് എന്നും ഭീഷണിയാണ്. അത് തകർക്കാതെ ഇവിടെ വേരുറപ്പിക്കാൻ കഴിയില്ലെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. അത് മറികടക്കാൻ അവർ കണ്ടെത്തുന്ന ആസൂത്രിത നീക്കമാണ്
ലവ് ജിഹാദ് പോലുള്ള വ്യാജ കഥകൾ നിർമ്മിച്ച് മതവിഭാഗങ്ങൾക്കിടയിൽ സംശയവും ഭയവും വിതച്ച് ധ്രുവീകരണമുണ്ടാക്കൽ. സമൂഹത്തിൽ വിദ്വേഷം പടർത്തി അധികാരം നേടാനുള്ള സംഘപരിവാർ നീക്കങ്ങളെ കേരളം എക്കാലവും പ്രതിരോധിച്ചിട്ടേയുള്ളൂ. സിനിമയും നുണക്കഥകളും ഉപയോഗിച്ച് കേരളത്തിന്റെ യാഥാർത്ഥ്യത്തെ മറച്ചുപിടിക്കാനാവില്ല. മഹാമാരിയിലും പ്രളയത്തിലും കൈകോർത്തു നിന്ന മലയാളികളെ ഭിന്നിപ്പിക്കാൻ ഒരു സിനിമയ്ക്കും നുണക്കഥയ്ക്കും കഴിയില്ല. സാഹോദര്യത്തിന്റെ ഈ മഹാകോട്ട തകർക്കുക അസാധ്യമാണ്. ഉത്തരേന്ത്യയിലെ വിഭജന രാഷ്ട്രീയ മോഡൽ പ്രയോഗിച്ച് ഇവിടെ ലാഭം കൊയ്യാമെന്നത് വ്യാമോഹം മാത്രമാണ്. Like, share, subscribe.